ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ വരുമാന രേഖകളും ഹാജരാക്കാതെ 2% മുതൽ പലിശ നിരക്കിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് 50,000 രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്ത മികച്ച ഒരു NBFC കുറിച്ചാണ്. ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും NBFCകളുടെ ഒക്കെ ഒരുപാട് ലോണുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാൾക്കും വെറും 2% പലിശയിൽ സ്റ്റാർട്ട് ചെയ്ത് യാതൊരുവിധ വരുമാന രേഖകളും ഹാജരാക്കാതെ 750 രൂപ മുതൽ 50,000 രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ഈ ഒരു കമ്പനിയുടെ പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുന്ന ലോൺ ആപ്ലിക്കേഷന്റെ പേരാണ് ബ്രാഞ്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോണിന്റെ വിശദാംശങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിശദമായി പരിശോധിക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാം. ആരും തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രാഞ്ച് എന്ന് പറയുന്ന ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. പക്ഷേ ഇവരുടെ സൈറ്റിലുള്ളത് 750 രൂപ മുതൽ 50,000 രൂപ വരെ എന്നാണ്. പക്ഷേ ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇവരുടെ ആപ്ലിക്കേഷനുള്ളത് 500 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ വെബ്സൈറ്റിലുള്ളത് 750 മുതൽ 50,000 രൂപ വരെയാണ്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള NBFC ആണ്. ഇതിൻ്റെ പേര് ബ്രാഞ്ച് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വഴിയോ അത് അല്ലെങ്കിൽ ഈ NBFC ഒക്കെ വഴി ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം RBI അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. RBI അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ലോൺ എടുക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് പൈസ വാങ്ങിയിട്ടൊന്നും പ്രൊമോഷൻ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനത്തിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ കോൺടാക്ട്സിലേക്ക് അല്ലെങ്കിൽ ഗാലറിയിലേക്കൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാനഹാനി ജീവഹാനിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, നിങ്ങളോട് പറയുന്നത് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞു RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയിൽ നിന്ന് മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്ന കമ്പനി RBI അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഈ ഒരു കമ്പനിയുടെ പേരാണ് ബ്രാഞ്ച് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് ഈ ഒരു കമ്പനി RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമുക്ക് നോക്കാം. ഇതാണ് RBIയുടെ NBFCകളുടെ ലിസ്റ്റാണിത്. ഇതിൽ ഏകദേശം 9,000-ന് മുകളിൽ കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ RBI അപ്രൂവൽ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ബ്രാഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സെർച്ച് ചെയ്ത സമയത്ത് 1073 സ്ഥാനത്തായിട്ട് ബ്രാഞ്ച് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു NBFC ആണ് ബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു കമ്പനി RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് പേഴ്സണൽ ലോൺ ക്വിക്ക് റീക്യാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലോൺ എമൗണ്ട് 750 മുതൽ 50,000 രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 2% മുതൽ 30% വരെയാണ്. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വരുമാനം, നമ്മുടെ സിബിൽ സ്കോർ, നമ്മുടെ തിരിച്ചടവ് കാലാവധി ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുക. ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത് 62 ദിവസം മുതൽ 6 മാസം വരെയാണ്. ഇതിന് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻകം റിക്വയർഡ്, യാതൊരു വരുമാനവും ഇല്ലാത്ത ആളുകൾക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ ലഭിക്കും. പക്ഷെ
ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു 50,000 രൂപ ലഭിക്കണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ട് കുറഞ്ഞ എമൗണ്ടേ ലഭിക്കുള്ളൂ. പിന്നെ അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന ആളുകളാണെങ്കിൽ പിന്നീട് അപേക്ഷിക്കുന്ന സമയത്ത് മാക്സിമം എമൗണ്ടൊക്കെ തരുന്നതാണ്. എല്ലാ കമ്പനിയും അങ്ങനെയാണ്. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 2% പ്ലസ് GST ആണ്. പിന്നെ എലിജിബിൾ ഫോർ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് വലിയ ലോൺ നൽകുന്നുണ്ട്, സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ നൽകുന്നുണ്ട്, സ്റ്റുഡൻസിന് ലോൺ നൽകുന്നുണ്ട്, ഹൗസ് വൈഫിന് ലോൺ നൽകുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ച് പേഴ്സണൽ ലോൺ. ബ്രാഞ്ച് ലോൺ ആപ്ലിക്കേഷൻ 100% സെക്യൂർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. സെക്യൂർ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഈസി പ്രോസസ്സാണ്. പിന്നെ അതുപോലെ നോ ഇൻകം പ്രൂഫ്, യാതൊരുവിധ ഇൻകം പ്രൂഫ് ആവശ്യമില്ല. ഫ്ലെക്സിബിൾ ടെനർ. ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 62 ദിവസം മുതൽ 6 മാസം വരെയാണ്. ലോവർ ഫീസാണ്, 2% പ്രോസസ്സിംഗ് ഫീസ് വരുന്നുള്ളൂ. എനിവൺ അപ്ലൈ, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്രാഞ്ച് പേഴ്സണൽ ലോണിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ റെസിഡൻസ് ഓൺലി അപ്ലൈ, ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ആളുകൾക്കാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ. യുവർ ക്രെഡിറ്റ് സ്കോർ ഷുഡ് ബി എ മിനിമം 730 മുകളിൽ സിവിൽ സ്കോർ ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക, ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ നിർബന്ധമാണ്. സ്മാർട്ട് ഫോണും നിർബന്ധമാണ്. പിന്നെ ബ്രാഞ്ച് പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 2% മുതൽ 30% വരെ. പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 2% പ്ലസ് GST. അതുപോലെ തന്നെ ലേറ്റ് ചാർജും വരുന്നുണ്ട്. ഇനി ഇതിന് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം. പാൻ കാർഡ്, ആധാർ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. കാരണം നമ്മൾ ലോൺ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുക. അതുപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് ആയിരിക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരെന്ത് ചെയ്യും, ഡെബിറ്റ് ആവുകയും ചെയ്യും. പിന്നെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ് സിമ്പിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പാണ് വരുന്നത്. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് ടു സ്റ്റാർട്ട് ദ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് എൻ്റർ യുവർ ഡീറ്റെയിൽസ് ചെക്ക് ടു എലിജിബിലിറ്റി. നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് അപ്ലോഡ് യുവർ പാൻ കാർഡും ആധാർ കാർഡും നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ച് വിൽ ചെക്ക് യുവർ ലോൺ എലിജിബിലിറ്റി, ഗീവ് യുവർ ലോൺ അപ്രൂവൽ. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് യോഗ്യത ഉണ്ടോ എന്ന് നോക്കും. അത് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യും, ലോൺ അപ്രൂവൽ ആകുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവരുടെ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആപ്ലിക്കേഷൻ, ബ്രാഞ്ച് പേഴ്സണൽ ലോൺ ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഏകദേശം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇതിൽ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ലാന്ന് ഉത്തമ ബോധ്യം വന്നതിന് ശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യാം. എബൌട്ട് ദിസ് ആപ്പ് എന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് വായിച്ച് നോക്കാം. ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ റേഞ്ച് ഫ്രം 500 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ആപ്ലിക്കേഷനിൽ കാണുന്നുണ്ട്. അതുപോലെ തിരിച്ചടവ് കാലാവധി 6 മാസം വരെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ലോണിന് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ V1 മലയാളം എന്ന് പറയുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പൈസ അത്യാവശ്യമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ബ്രാഞ്ചിൻ്റെ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വാട്സാപ്പിൽ, അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഒരു വീഡിയോ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.